നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ വീക്കെൻഡിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സരം ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ളതാണ്. ഒന്നാം സ്ഥാനത്തിനായിട്ടുള്ള പോര് മുറുകുകയാണ്. അപ്പോൾ ഈ കളിയുടെ റിസൾട്ട് പരമപ്രധാനമായിട്ടുള്ള ഒന്നായിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ മത്സരം നാളെയാണ് നടക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്താണ് കളി ആരംഭിക്കുക. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ഇന്നലെ പെപ് ഗാർഡിയോള തുറന്നു പറഞ്ഞ കാര്യം, വാക്കറും ജോൺ സ്റ്റോൺസും ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിലുണ്ടാവില്ല. അവർ രണ്ടുപേരും ഔട്ടാണ്. അതോടൊപ്പം KDB കളിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹവും പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ പെപ്പ് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് കെവിൻ ഡി ബ്രൂയിനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ നമ്മൾ എടുക്കുമ്പോൾ വളരെ ടഫാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇഞ്ചുറികൾ, അദ്ദേഹത്തിനും വളരെ ടഫായിട്ടുള്ള ഒരു സീസണാണ്. ഇന്നലെ അദ്ദേഹം നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, കളിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കുമെന്നാണ് എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമുക്ക് KDBയുടെ മേലെ മാത്രമായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇട്ടുകൊടുക്കാൻ പറ്റില്ല. വി വിൽ നോട്ട് പുട്ട് ഓൾ ദി റെസ്പോൺസിബിലിറ്റി ഓൺ കെവിൻ ഡി ബ്രൂയിനെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് എന്നുകൂടി പെപ്പ് പറയുന്നുണ്ട്. ഏതായാലും നല്ലൊരു പോരാട്ടമാണ് വരാൻ പോകുന്നത്. KDBയുടെ സാന്നിധ്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത്യന്താപേക്ഷിതമായ മത്സരം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.